ജീവിതം ഒരു യാത്ര മാത്രമല്ല, ഒരു കോടതി മുറി കൂടിയാണ്. ലോകം നമ്മെ വഴിതെറ്റിക്കുമ്പോൾ മനസാക്ഷിയുടെ സ്വരം നീ കേട്ടിട്ടില്ലേ? നീ ശരിയായ പാതയിലാണോ എന്ന്. എല്ലാവരാലും വെറുക്കപ്പെട്ടിടത്തു നിന്നും ഒരു യുവാവിൻ്റെ ജീവിതം തിരിച്ചുപിടിച്ച ധന്യൻ മാർ തോമസ് കുരിയാളശ്ശേരിയുടെയും ദൈവദാസി ഷന്താളിൻ്റെയും ഇടപെടലിൻ്റെ കഥ, ജീവിതത്തിൻ്റെ കോടതി മുറി. മൂല്യങ്ങളെ കാറ്റിൽ പറത്തി വഴിതെറ്റിപ്പോയ ഈ യുവാവ് യാതൊരു ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല, യുവർ ഓണർ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. 3 സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. നിങ്ങളാണോ മിസ്റ്റർ സോഷ്യൽ മീഡിയ? സാറെന്താ ഒരുമാതിരി പരിചയമില്ലാത്ത പോലെ ചോദിക്കുന്നേ? അരമണിക്കൂർ മുമ്പേ നമ്മൾ കണ്ടു പിരിഞ്ഞതല്ലേ ഉള്ളൂ. ഈ യുവാവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? അവന്റെ ഊണും ഉറക്കവും കളിയും കാര്യവും പഠനവും എന്തിനധികം പറയുന്നു, ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ സോഷ്യൽ മീഡിയയിലല്ലേ സാറേ. ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന നിഗൂഢമായ വഴികളിലൂടെ അവൻ സഞ്ചരിച്ച് പൊട്ട കുഴിയിൽ വീണു. ബാക്കി കാര്യങ്ങൾ അറിയാൻ ദോണ്ടെ അവനോട് ചോദിക്കു സാറേ. ചോദിക്കുന്നതിന് മാത്രം മറുപടി മതി. ചോദിക്കുന്നതിനപ്പുറം കൊടുത്തിട്ടാ സാറേ സോഷ്യൽ മീഡിയ ഇവിടം വരെ എത്തിയത്. അറിയൂ മിസ്റ്റർ ഈഗോ. ഇംഗ്ലീഷ് എനിക്കത്ര പിടിക്കത്തില്ല സാറേ. ഈ നാട്ടുകാരെനിക്കിട്ടൊരു ഓമന പേരുണ്ട്, അഹങ്കാരി. അങ്ങനെ അറിയപ്പെടാനാ എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഈ യുവാവിനെ എങ്ങനെയാണ് പരിചയം? പരിചയമോ? ഞാൻ തന്നെയാണ് സാറേ അവൻ ഈ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റായി അഹങ്കാരം തലയ്ക്ക് പിടിച്ച് എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പുമാണ്. അത് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ ലെവലാണ് സാറേ. ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എന്റെ എതിർകക്ഷി യാതൊരു ദയയും അർഹിക്കുന്നില്ല, യുവർ ഓണർ. യുവർ ഓണർ, എന്റെ കക്ഷി വഴി തെറ്റിയതല്ല, മറിച്ച് വഴി തെറ്റിച്ചതാണ്. പുനർവിചിന്തനത്തിന് ഒരവസരം കൂടി നൽകണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. യുവാവിന്റെ പ്രായവും ഭാവിയും പരിഗണിച്ച് പുനർവിചിന്തനത്തിനും കൗൺസിലിംഗിനും വേണ്ടി കോടതി സമയം നൽകുന്നു. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. വിവേക്, നീ നഷ്ടപ്പെടുത്തിയ നിന്നെ കണ്ടെത്താനുള്ള അവസാന അവസരമാണിത്. സമയം കിട്ടുമ്പോൾ ഈ പുസ്തകമൊന്ന് മറിച്ചു നോക്ക്. മോനെ, എത്ര നല്ല വിദ്യാഭ്യാസം, വിദ്യാലയ അന്തരീക്ഷം, പ്രാർത്ഥന, കുർബാന എല്ലാം കിട്ടിയിട്ടും ലോകസുഖങ്ങൾക്ക് വേണ്ടി നീ ഓടി. എന്നിട്ടും ദൈവമേ, ഒരു വഴി കാണിച്ചു തരണേ. ദൈവത്തെ ബുദ്ധിമുട്ടിക്കാതെ ഗൂഗിൾ മാപ്പ് ഇട്, ഏത് വഴിയും മുമ്പിൽ തെളിയും. നിന്നോട് പറയുന്ന നേരത്ത് വഴി പോകുന്ന വല്ല പിള്ളേരോടും പറഞ്ഞാൽ പുണ്യം കിട്ടും. സഞ്ജയ്, നീയോ? വിവേക്, നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് വേറെ ഒന്നും പറയില്ലേ? മോനെ, ഈ മാതാവിന്റെ കപ്പേള എവിടെയാണ്? സോറി, മനസ്സിലായില്ല. അത് കള്ളം. 14 വർഷത്തെ പരിചയമുണ്ട് നമ്മൾ തമ്മിൽ. ആ പരിചയം അത്ര പെട്ടെന്ന് മറക്കുമോ? 14 വർഷോ? ഇത് മാരക വള്ളിക്കേസാണല്ലോ. മോൻ എന്തെങ്കിലും പറഞ്ഞോ? അത്ര പെട്ടെന്ന് എന്നെ മറക്കാൻ വഴിയില്ല. സോറി. മോനെ, പഠിച്ച നല്ല പാഠങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഇക്കാലത്ത് അത് അത്ര എളുപ്പമല്ല, പക്ഷേ വാശിയോടെ അതിനായി പരിശ്രമിക്കണം. രാവിലെ അമ്മയുടെ വക കഴിഞ്ഞതേ ഉള്ളൂ. ഉപദേശിക്കാനാണെങ്കിൽ വെറുതെ സമയം കളയണ്ട, വന്ന വഴിയെ തന്നെ വിട്ടോ. 100 മീറ്റർ നടന്നാൽ ജംഗ്ഷൻ ഉണ്ട്, അവിടെയാണ് കപ്പേള. മോനെ, നിനക്കും ആ ജംഗ്ഷൻ വരെ ഒന്ന് എൻ്റെ കൂടെ നടന്നുകൂടെ? ആ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക്, ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കാൻ, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ നിന്നെ കണ്ടെത്താൻ, എന്നെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ച അപ്പനും അമ്മയും നിന്നെയും കാത്തിരിപ്പുണ്ട്. ആ മുഖം നല്ല പരിചയമുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എവിടെയൊക്കെയോ കേട്ടു മറന്ന പോലെ. ശേ, ആരായിരിക്കും അത്? ആ, അതെ അതെ, ഈ മനുഷ്യൻ ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹമല്ലേ എന്നെ കാണാനെത്തിയത്? ധന്യപിതാവ് തോമസ് കുരിയാളശ്ശേരി. 14 വർഷത്തെ പരിചയം. അതെ, ഞാൻ പഠിച്ച 14 വർഷങ്ങൾ, ഞാൻ പഠിച്ച ആ വിദ്യാലയം, അവിടുന്ന് ഞാൻ കേട്ട നല്ല പാഠങ്ങൾ, പ്രാർത്ഥനകൾ. ദൈവമേ, എനിക്കായി നീ അയച്ച ദൈവദൂതനായിരുന്നു
ധന്യപിതാവ്, എന്നിലെ എന്നെ കണ്ടെത്താൻ, നന്മയുടെ മാർഗം തിരിച്ചറിയാൻ, ജീവിതത്തിൻ്റെ കോടതി മുറിയിൽ നിന്നും നിരപരാധിയായി പുറത്തു വരാൻ എന്നെ സഹായിക്കണമേ. കുഞ്ഞ്, പ്രലോഭനം ഉണ്ടാക്കുന്നവൻ തങ്ങൾക്ക് തന്നെയല്ല, പിന്നെയോ അനേകം കളങ്കമറ്റ ആത്മാക്കളെ തിന്മയിലേക്ക് ആകർഷിക്കുന്നു. മകനെ, സകല തിന്മകളുടെയും കാരണമാണ് മദ്യപാനം. ആ പൈശാചിക വ്യാധിയെ ദൂരെ അകറ്റുവിൻ. എൻ്റെ കുഞ്ഞെ, മനുഷ്യനെ നശിപ്പിക്കുന്ന ദുർവ്യയം, വ്യവഹാരം, ധൂർത്ത്, ദുഷിച്ച മാസികകൾ എന്നിവയെ ഉപേക്ഷിക്കുവിൻ. ക്രിസ്തുവിൽ എല്ലാം നവീകരിച്ച് പുതിയൊരു സൃഷ്ടിയായി മാറുവിൻ. ലൗകിക പ്രയോജനത്തിനായി മാത്രം നടത്തപ്പെടുന്ന യോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. മദർ ഷന്താളിനെ പോലെ ജപമാലയും ദിവ്യകാരുണ്യവുമായി ഈശോയുടെ ഒത്ത് ജീവിക്കും മകനെ. പിതാവേ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂടുതലായി എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ? ഞാൻ അന്ധനായിരുന്നു. ലോകസുഖങ്ങൾക്കായി ദൈവത്തെയും വിശ്വാസത്തെയും മറന്നു. യഥാർത്ഥ വിജയം പ്രശസ്തിയിലല്ല, സ്നേഹത്തിലും സേവനത്തിലുമാണെന്ന് കാണിച്ചു തന്ന പുണ്യശ്ലോകൻ മാർ തോമസ് കുര്യാളശ്ശേരിയുടെയും ത്യാഗമാണ് സേവനമെന്ന് കാണിച്ചു തന്ന മദർ ഷന്താളിൻ്റെയും മാതൃക എനിക്ക് തിരിച്ചറിവ് തന്നിരിക്കുന്നു. സത്യം, സ്നേഹം, ലക്ഷ്യം എന്നിവ തിരഞ്ഞെടുക്കാൻ അവർ വെളിച്ചമായി എൻ്റെ മുമ്പിൽ തെളിയുന്നു. നല്ലത് തിരഞ്ഞെടുക്കാൻ എനിക്കൊരവസരം കൂടി തന്നാലും. സ്വന്തം പെരുമാറ്റത്തിലുള്ള തെറ്റ് പ്രതിക്ക് ബോധ്യപ്പെട്ടതിനാലും യുവാവിൻ്റെ പ്രായവും ഭാവിയും പരിഗണിച്ച് പ്രതിയെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു.